കാഫിർ വ്യാജ പ്രചരണ കേസിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ ഇരയായ മുഹമ്മദ് കാസിം വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹർജി നൽകി. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി. ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ കാസിമിനെ കീഴ്ക്കോടതിയെയോ പോലീസിനെയോ സമീപിക്കാമെന്ന് ആവശ്യപ്പെട്ട് ഹർജി തീർപ്പാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ സമീപിച്ചെങ്കിലും അന്വേഷണം എങ്ങുമെത്താത്ത സാഹചര്യത്തിലാണ് വീണ്ടും കോടതിയെ സമീപിച്ചത്. നിയമപരമായ പോരാട്ടം തുടരുമെന്നും 2024 മാർച്ച് 25 നടന്ന സംഭവത്തിൽ നവംബറായിട്ടും പോലീസ് പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടില്ലെന്നും അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ മാധ്യമങ്ങളോട് പറഞ്ഞു. സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന ഇത്തരം കേസുകളിൽ ഉടൻ നടപടി വേണം, എന്നാൽ അട്ടിമറിക്കപ്പെടുകയാണ്. ഇതിനാലാണ് ഇരയായ കാസിം മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് നവംബർ മാസത്തിലാണ്. ഇന്ന് വരെ ഇങ്ങനെ ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ, വ്യാജ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയ വ്യക്തികളെ പ്രതി ചേർത്തിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല. പോലീസിന് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാൻ അറിയത്തില്ലൊന്നുമല്ലല്ലോ. നമ്മൾ കാണുന്നതല്ലേ, പലയിടത്തുമൊക്കെ പോലീസ് വളരെ പ്രൊആക്റ്റീവായിട്ട് നടപടി സ്വീകരിക്കും. ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചത് ആരാണത് ക്രിയേറ്റ് ചെയ്തതെങ്കിലും ആ ആളെ പുറത്തു കൊണ്ടുവരണം. ഈ നാടിൻ്റെ മതസൗഹാർദ്ദം പ്രൊട്ടക്റ്റ് ചെയ്യണം. കൊണ്ടുവന്ന ആളുകളെ നമ്മൾ ഒറ്റപ്പെടുത്തണം, ഇത് ചെയ്ത ആളുകളെ ഒറ്റപ്പെടുത്തണം. ഈ ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായ ഒരു സോഷ്യൽ ആക്ഷനാണ്. ഹൈക്കോടതി വളരെ പോസിറ്റീവായി അതിനെ കണ്ടു. അവസാനം പറഞ്ഞു, കാസിം കൊടുത്ത, പരാതിക്കാരനായ കാസിമിൻ്റെ കേസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറല്ലെങ്കിലും കാസിം ഇരയാണ്. ഇരയായ കാസിമിൻ്റെ മജിസ്ട്രേറ്റിനെ സമീപിക്കാം. ഞങ്ങൾ മജിസ്ട്രേറ്റിനെ സമീപിച്ചില്ല. ഞങ്ങൾ ചെയ്തത് പോലീസ് ഇത് ചെയ്യുമോ എന്ന് നോക്കാം. പക്ഷെ ഇന്ന് വരെ ഹൈക്കോടതി വിധി വന്നതിന് ശേഷം പിന്നെ അവർ ആ കേസിൻ്റെ അന്വേഷണം തൊട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. തെളിവുണ്ടായിട്ടും വടകര പോലീസ് പ്രതികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ളയും പറഞ്ഞു. UDF വനിതാ നേതാക്കളുടെ അടിവസ്ത്രം പരിശോധിക്കുന്ന കേരള പോലീസ് തെളിവുകളുണ്ടായിട്ടും അന്വേഷണം നടത്തുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. 8 മാസം കഴിഞ്ഞു, ഇന്ന് വരെ ഒരു അന്വേഷണവും വടകരയിലെ പോലീസ് നടത്തുന്നില്ല. ഹൈക്കോടതിയുടെ ഡയറക്ഷൻ ഉണ്ടായിട്ട് പോലും ഇതിൽ ഒരു 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 എന്തെങ്കിലും ഒരു അനക്കമുണ്ടാക്കാൻ, ഒരു ചലനമുണ്ടാക്കാൻ, ഒന്ന് അന്വേഷിച്ചു എന്ന് വരുത്താൻ പോലും വടകരയിലെ പോലീസ് തയ്യാറല്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണേണ്ടത് UDF വനിതാ നേതാക്കന്മാരുടെ അടിവസ്ത്രം തപ്പാൻ പുരുഷ പോലീസുകാരെ അയച്ച് ബഹളം കാണിക്കുന്ന പോലീസ്, കേരള പോലീസ്. അവർക്ക് ഇവിടെ വളരെ കൃത്യമായ തെളിവുകളുണ്ട്. ആരാണ് എന്ന് അന്വേഷിച്ച് കണ്ട് അയാളെ അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ അയാൾക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാനോ നിയമപരമായ എന്തെങ്കിലും ചെയ്യാനോ പോലീസ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറെ വേദനാജനകമായ ഒരു വസ്തുത. ഇത് ഞങ്ങളുടെ ലക്ഷ്യം ഒരു കാരണവശാലും ഇത് വിടുന്ന പ്രശ്നമില്ല. ആരാണ് ഇവിടെ ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് അത് ജനങ്ങൾക്ക് ഏതാണ്ട് ബോധ്യമായിട്ടുണ്ട്. പക്ഷേ അത് കൃത്യമായി നിയമത്തിൻ്റെ മുന്നിൽ അവരെ കൊണ്ടുവരണം. ഇപ്പോഴും അവർ ബിഹൈൻഡ് ദി കർട്ടനിലാണ്, കർട്ടന് പിന്നിലാണ്. അവരെ മുന്നിൽ കൊണ്ടുവരാൻ പോലീസ് എത്ര ഒളിച്ചു കളിച്ചാലും ഇവിടെ ജുഡീഷ്യറി ഉണ്ട്. നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ്. അതിവിടെ CPM ആയാലും ഇനി അതല്ല അതിലും വലിയ കൊലകൊമ്പന്മാരായാലും നിയമം എല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ട് നിയമപരമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട്. ന്യൂസ് ബ്യൂറോ, വടകര.